നമസ്കാരം. SSLC +2 പരീക്ഷകൾ പോലും നടത്താൻ കഴിയാതെ, അതിന് പണം കണ്ടെത്താൻ കഴിയാതെ നമ്മുടെ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ ഉഴറുകയാണ്. എന്തൊരു കഷ്ടമാണിത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കല്ല ഇപ്പം ഏറ്റവും പ്രാധാന്യം, രക്ഷാകർത്താക്കൾക്കാണ്. SSLC +2 പരീക്ഷ അവർക്കൊരു വല്ലാത്ത ആവേശമാണ്. കാരണം എൻ്റെ മക്കളെ പരീക്ഷയ്ക്ക് ഇരുത്തിയാൽ ജയിക്കുമോ, ഇതാണ് ജോലിയുള്ളവർ മാസങ്ങളോളം ലീവ് എടുത്ത് കുട്ടികളെ കൂടെ ഇരുത്തുന്നു, പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു പ്രത്യേക വികാരമെന്നോ പ്രത്യേക സംഭവമെന്നോ ഒക്കെ പറയാവുന്ന സംഗതിയാണ് SSLC പരീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക്. പക്ഷേ ആ പരീക്ഷ പോലും നടത്താൻ, ഈ +2 SSL പരീക്ഷ നടത്താൻ പോലും നമ്മുടെ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല, നേരെ ചൊവ്വേ നടത്താൻ കഴിയുന്നില്ല, അതിന് പണമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ ഇവിടെ ഒരു സർക്കാർ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് കുറ്റം പറയാൻ കഴിയുമോ? ഇപ്പോഴിതാ SSLC പരീക്ഷ എല്ലാം കൂടി നടത്താൻ പൈസ ഇല്ലാത്തത് കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുകയാണ്. സ്കൂളുകൾക്ക് PD അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. ആ സ്കൂളുകളുടെ നിത്യേന ഉള്ള ചെലവുകൾ നടത്താൻ വേണ്ടി, അത്യാവശ്യം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് PTയും മറ്റുമൊക്കെ ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഫണ്ടുണ്ട്, സർക്കാർ കൊടുക്കുന്ന ഫണ്ടുമുണ്ട്. അപ്പോൾ അതാണ് PD ഫണ്ട് എന്ന് പറയുന്നത്, PD അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിൽ നിന്നും സ്കൂളുകൾ പരീക്ഷാ ചെലവിനുള്ള പൈസ എടുത്തുകൊള്ളണം എന്ന ഉത്തരവാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിന്നും പുറത്തിറക്കിയിരിക്കുന്നത്. ഞങ്ങൾ ധനകാര്യ വകുപ്പിൽ നിന്ന് പൈസ ചോദിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് പൈസ തരുമെങ്കിൽ തരുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് തിരിച്ചു തരാം എന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ അത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ SSLC +2 പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് 42 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്, വിദ്യാഭ്യാസ വകുപ്പിന് ചെലവായത്. അതിന് ധനകാര്യ വകുപ്പിനോട് പണം ചോദിച്ചു. കാരണം വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക വരുമാനമില്ലല്ലോ, ചെലവ് മാത്രമുള്ള ഒരു വകുപ്പാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ധനകാര്യ വകുപ്പ് പണം കൊടുത്താലേ പറ്റൂ, അല്ല അവർക്ക് വേറെ പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ധനകാര്യ വകുപ്പിനോട് പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ചെലവ് ആയത് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, കുടിശ്ശികയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മറ്റു പല ഫണ്ടുകളിൽ നിന്ന് പണം എടുത്താണ് കഴിഞ്ഞ പ്രാവശ്യം SSLC +2 പരീക്ഷ നടത്തിയ 22-23 അധ്യയന വർഷത്തിൽ. അതിന് 42 കോടി രൂപയാണ്. അതിനകത്ത് VSSC എന്ന് പറയുന്നത് നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പരീക്ഷ നടത്തിയതിന് 11 കോടി രൂപയാണ് കഴിഞ്ഞതിന് ചിലവായത്. അതുപോലെ +2 പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് 21 കോടി രൂപയാണ് ചിലവായത്. SSLC പരീക്ഷയ്ക്കും IT പരീക്ഷയും കൂടെ 12 കോടിയാണ് ചിലവായത്. അങ്ങനെയാണ് 42 കോടി രൂപ ചിലവായത്. അത് പിന്നെ കുടിശ്ശിക ആയി, ധനകാര്യ വകുപ്പ് കൊടുത്തില്ല. പിന്നീട് പലതരത്തിൽ കത്തുകളൊക്കെ എഴുതി, കമ്മിറ്റികൾ കൂടി, യോഗങ്ങൾ കൂടി, വിദ്യാഭ്യാസ വകുപ്പിന്റെയും ധനകാര്യ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ വളഞ്ഞിരുന്നു. അവസാനം കുറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്കൂളുകളുടെ പൈസ എടുത്ത് ചെലവാക്കാനാണ് ഇപ്പോൾ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. സ്കൂളുകളുടെ പൈസ എടുത്ത് ചെലവാക്കി കഴിഞ്ഞാൽ സർക്കാർ ഈ പൈസ കൊടുക്കുമോ എന്നതിന് യാതൊരു നിശ്ചയവുമില്ല. ധനകാര്യ വകുപ്പ് കൊടുക്കുമെങ്കിൽ കൊടുക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് തിരിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്കൂളുകൾ ഈ പൈസ എടുത്ത് പരീക്ഷ നടത്തും. അടുത്ത വർഷം സ്കൂൾ കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളെല്ലാം, വിദ്യാലയങ്ങളെല്ലാം സാമ്പത്തികമായി തകർച്ചയിൽ വരും എന്നതാണ് നമ്മൾ ഈ കാണുന്നത്.